മഴ കൊണ്ടിട്ട് ഒന്നിനും ജലദോഷവും വൈറൽ ഫീവറും വരുന്നില്ല, നമുക്ക് വരുന്നു. പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടും. നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ? 6 മാസം കഴിഞ്ഞു കമിഴ്ന്ന് കിടക്കാൻ. LKGയിൽ അംഗൻവാടിയിൽ അയക്കുമ്പോ 3 വയസ്സ്, 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാണ്, മുലയൂട്ടുന്ന അമ്മ. നമ്മളെ കുട്ടിയോ? പശുവിന് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും നല്ലതാണോ? പശുവിനെ കറന്ന പാല് കൊണ്ട് പാൽപ്പായസം വെച്ചിട്ട് 1 ഗ്ലാസ് പാൽപ്പായസം പശുവിന് കൊടുക്കാറുണ്ടോ? കൊടുക്കും ചില ആളുകൾ. ബാക്കി വന്നിട്ടുണ്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. തീരെ പുളിച്ച പശുവിന്. നല്ലൊരു വെള്ളരിക്ക ഇതുവരെ ആരും പശുവിന് കൊടുത്തിട്ടുണ്ടോ? വെള്ളരിക്ക കെട്ടാ പശുവിന്. ചോറ് പുളിച്ചാൽ, കറി നാറിയാൽ, കെട്ടത് നാറിയത് പുളിച്ചതെല്ലാം പശുവിന്. എന്നിട്ട് പശുവിൻ്റെ ചാണകം നമുക്ക് കൈകൊണ്ട് വാരി കൃഷിക്കിടാൻ ഒരു മടിയില്ല. ആ ചാണകം വേണം. അമ്പലത്തിലെ ഉത്സവത്തിന് ശുദ്ധികർമ്മത്തിന് ചാണകം വേണം. സിമെന്റ് വരുന്നതിന് മുമ്പ് മലയാളിയുടെ വീടിൻ്റെ അകം ശുദ്ധി ചെയ്തത് ചാണകം കൊണ്ടായിരുന്നു. ചാണകം ഉണക്കി കത്തിച്ചതാണ് നെറ്റിയിൽ തൊടുന്ന ഭസ്മം. കൊടുക്കുന്നതെല്ലാം, അതിൻ്റെ ഇൻപുട്ടെല്ലാം വൃത്തികെട്ടതാണ്, അതിൻ്റെ ഔട്ട്പുട്ട് വൃത്തിയാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്നതെല്ലാം വൃത്തിയുള്ളതാണ്. നമ്മുടെ ഇൻപുട്ട് എത്ര വൃത്തിയായാലും ഔട്ട്പുട്ട് എന്തെങ്കിലും തളിക്കാൻ പറ്റിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ വളർത്തണ്ടേ ആലോചിക്കുക. ശരീരത്തെ വളർത്തുന്ന മൃഗങ്ങളാവരുത് രക്ഷിതാക്കൾ. മനസ്സിനെ വളർത്തുന്ന മനുഷ്യരാവുക. ആ മനസ്സിനെ വളർത്തുമ്പോ 7 കാര്യങ്ങൾ വളരാനുണ്ട്. അതിലൊരു കാര്യം മാത്രമേ സ്കൂളിൽ നിന്ന് വളരൂ. ആ കാര്യം ഇന്റലിജൻസ് ക്വഷ്യന്റ്, IQ ആണ്. IQ ആണ് സ്കൂളിൽ നിന്ന് വളരുന്നത്. ബാക്കി 6 കാര്യം നിങ്ങൾ വളർത്തേണ്ടതാണ്. ആ 6 കാര്യമാണ് പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഇത്രയാണ് എൻ്റെ ക്ലാസിൻ്റെ ആമുഖം. ഈ 7 Q ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അതാണ് വ്യക്തിത്വ പൂർണ്ണത എന്ന് പറയുന്നത്. ആ 7 Q എന്താന്ന് നോക്കാം. IQ ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിന്ന് കുട്ടികൾ പാഠപുസ്തകങ്ങളിലൂടെ ടീച്ചർമാരുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ, ചോദ്യം ചോദിക്കലിലൂടെ, ഉത്തരം കണ്ടെത്തലിലൂടെ. ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിലെത്തണം. IQ ആയി മാറണമെങ്കിൽ ഓർമ്മശക്തിയും IQയും രണ്ടും രണ്ടാണ്. ഓർമ്മശക്തിയും IQയും ഒന്നല്ല. ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ഓർമ്മശക്തി നന്നായിട്ടുണ്ടാവും, പക്ഷെ IQ ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഈ ടാനെ കോസ് എന്ന് പറഞ്ഞൊരു കണക്ക് പഠിച്ചു നമ്മൾ സ്കൂളിൽ നിന്ന്. എന്തിനാ ഇത് പഠിച്ചതെന്ന് ഇതുവരെ എനിക്ക് പിടിയിട്ടില്ല. ജീവിതത്തിൽ എന്താ അതിന് ഉപകാരം എനിക്ക് ബോധ്യമായിട്ടില്ല. അത് തുടർന്ന പഠനത്തിന് വേണ്ടി വരും. അത് ജീവിതവുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ, ആവശ്യാധിഷ്ഠിതമായിട്ട് അറിവിനെ മാറ്റുമ്പോൾ മാത്രമേ IQ ആവുന്നുള്ളൂ. അതാണ് ജീവിതവുമായി കണക്ട് ചെയ്യണ്ടേ. അങ്ങനെ IQ, ഞാനൊരു ഉദാഹരണം പറയാം. തേനുണ്ടാക്കുന്നത് ആരാ? തേനീച്ചയല്ല. ഇതുവരെ തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്ക് മാത്രമേ കഴിയൂ. ഈ ഭൂമിയിൽ കോടാനുകോടി പൂക്കളിലും തേനുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ പൂക്കളുണ്ട്, തേനുണ്ട്. ആ തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല. എന്നിട്ടും ആ തേന് എല്ലാം ഭൂമിയിൽ, പൂക്കളുടെ കൂടെ ഭൂമിയിൽ തൂവിപ്പോയിട്ടും എന്തേ ഭൂമിക്ക് മധുരമില്ലാത്തത്? തേന് 2 ദിവസം കൊണ്ട് കിട്ടുമോ? 2 ദിവസമേ തേന് നിൽക്കൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് ഏറെക്കാലം നിൽക്കുന്നു. ഔഷധ ഗുണമുണ്ട്, അതിന് നല്ല മധുരമുണ്ട്. എങ്ങനെ? പൂവിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് ആ തേന് കെട്ടുപോകുമായിരുന്നോ? പക്ഷെ തേനീച്ച ആ തേന് ശേഖരിച്ച് തൻ്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് അത് നല്ല ഔഷധമാകുന്നു, മധുരമുണ്ട്, ഏറെക്കാലം നിൽക്കും. പൂവെന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്, തേനെന്ന് പറയുന്നത് അറിവുകളാണ്, തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അറിവ് സമ്പാദിച്ചിട്ട് അപ്പടി തലച്ചോറിന്റെ മടക്കുകളുടെ വലയിൽ കൊണ്ടുപോയി വെക്കരുത്. ഓർമ്മശക്തിയല്ല, അത് സ്വന്തമായ അനുഭവങ്ങളും സ്വന്തമായ യുക്തിയും സ്വന്തമായ ചിന്തയും സ്വന്തമായ വികാരങ്ങളും ചാലിച്ചിട്ട് അത് സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് അത് അവന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടറിയണം, 2ന്റെ ബലാബലം. താൻ അറിയുന്നതുമായി കണക്ട് ചെയ്തിട്ട്, തൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് ഓരോ അറിവിനെയും സ്വാംശീകരിക്കാൻ മക്കളെ പഠിപ്പിക്കുക. അപ്പോഴാണ് IQ ഉണ്ടാവുന്നത്. IQ വിടാം, അത് സ്കൂളിലെ മാഷന്മാർക്ക് വിട്ടുകൊടുക്കാം, ടീച്ചർമാർക്ക് വിട്ടുകൊടുക്കാം.
അടുത്ത ക്യൂ EQ ആണ്. EQ, ഇമോഷണൽ ക്വഷ്യന്റ് വേണം കുട്ടികൾക്ക്. എന്താണ് ഇമോഷണൽ ക്വഷ്യന്റ്? വൈകാരികമായ പക്വത. എപ്പ ചിരിക്കണം, എപ്പ ചിരിക്കരുത്, എപ്പോൾ കരയണം, എപ്പോൾ കരയരുത്, എപ്പോൾ ദേഷ്യം വരണം, എപ്പോൾ ദേഷ്യം വരരുത് എന്ന് കുട്ടികൾ അറിയണം. ഇതറിയാത്ത തലമുറ വളർന്നു വരിക. ചെറിയ ആവശ്യത്തിന് വലിയ ദേഷ്യം വരുന്നു, എന്നാൽ വലിയ ആവശ്യത്തിന് ഒട്ടും ദേഷ്യമില്ല. പെട്ടെന്ന് ചൂടാവുക. ഈ നാട്ടിലുള്ള സംഭവങ്ങൾ ഇപ്പൊ നോക്കൂ നിങ്ങൾ. സുഹൃത്തുക്കൾ തമ്മിൽ കത്തിയെടുത്ത് കൊത്തുന്നു, ബോംബെടുത്തെറിയുന്നു. തൻ്റെ കുഞ്ഞിനെ പല്ല് തേക്കാതെ ഭർത്താവ് ചുംബിച്ചു, അതിൻ്റെ പേരിൽ ഭാര്യ വഴക്ക് പറഞ്ഞു, ഉടൻ തന്നെ കൊടുവാളെടുത്ത് ഭാര്യയെ വെട്ടിക്കൊന്നു. മിഞ്ഞാന്നത്തെ പത്രത്തിലെ വാർത്തയാ. എന്താ ആലോചിക്കട്ടെ, എന്താ കഥ, എന്താ കാരണം? ടെമ്പർമെന്റ് സ്പീഡാണ്. പെട്ടെന്ന് ദേഷ്യം വരിക. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലേ കാര്യമില്ലല്ലോ. 7 കടലും കടന്നിട്ട് ആ 10 വർഷം അമേരിക്കയിൽ ജോലി ചെയ്ത സമ്പാദ്യം മുഴുവൻ നാട്ടില് അയച്ചു കൊടുത്തു, വെസ്റ്റേൺ യൂണിയനിൽ അയച്ചു കൊടുത്തു, കൊട്ടാര സദൃശമായ വീട് കൊടുത്തു. അങ്ങനെ ഗൃഹപ്രവേശത്തിനതാ അവൻ ആദ്യമായിട്ട് വരികയാണ്. 7 കടലും കടന്ന് ദുബായിൽ വന്ന് അവിടുന്ന് നേരെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങി വീട്ടിലേക്ക് വരുമ്പോ വീട്ടിന്റെ മുന്നിലെ തോട്ടിൽ ഒലിച്ചുപോയി. കാര്യമുണ്ടോ? വീട്ടിന്റെ മുന്നിലെ തോട്ടിൽ ഒലിച്ചുപോയി. 7 കടലും കടന്നിട്ടാ വരുന്നത്. പക്ഷെ വീട്ടുമുറ്റത്തെ തോട്ടിൽ ഒലിച്ചു പോയിട്ട് കാര്യമില്ല. അതുപോലെയാണ് എല്ലാം പഠിച്ചു. അവസാനം ഒരു ചെറിയ നിമിഷ നേരത്തെ വികാര കൊണ്ട് അവന്റെ ജീവിതം തകർന്നില്ലേ? ആ കുട്ടി അനാഥമായില്ലേ? അവന്റെ കുട്ടി, ആ മുത്തം കൊടുത്ത കുട്ടി അമ്മയില്ലാതെ കുട്ടിയായി, അച്ഛൻ ജയിലിലുമായി, ജീവിതം തകർന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിശക്തി മാത്രം പോരാ, വൈകാരികമായ പക്വത വേണം. ഇതാരുണ്ടാക്കി കൊടുത്ത? വൈകാരിക പക്വത ഉണ്ടാക്കാൻ ആരംഭിച്ചത് അവൻ ജനിക്കുന്നതിന് മുമ്പാണെന്ന് നിങ്ങൾ അറിയുക. ജനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ താളബോധം, ഒരു താളബോധമുണ്ട്. നടത്തത്തിനൊരു താളമുണ്ട്, ഭക്ഷണത്തിനൊരു താളമുണ്ട്. താളബോധങ്ങളുടെ പൊരുത്തമാണ്. എന്റെ താളവും നിന്റെ താളവും നമ്മുടെ താളമാക്കാൻ അറിയുമ്പോഴാണ്. എങ്ങനെയാണ് താളബോധം രൂപപ്പെടുന്നത്? കണ്ണ് തുറക്കുന്നത് ജനിച്ചാലാണ്, കാതും മൂക്ക് കൊണ്ട് മണക്കുന്നത് ജനിച്ചാലാണ്, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നത് ജനിച്ചാലാണ്. പക്ഷെ കാത് മുളക്കുന്നതോ ജനിക്കുന്നതിന് മുമ്പാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും 5-ാം മാസം കാതു മുളക്കും കുട്ടിക്ക്. ആ സമയത്ത് കേൾക്കുന്ന താളമാണ് അവൻ്റെ താളം. അതുകൊണ്ട് പഴയ തലമുറയിൽപ്പെട്ട അമ്മമാര് ഗർഭിണികളോട് അധ്വാനിക്കാൻ പറഞ്ഞിരുന്നത് എന്തിനാ? അമ്മിയിലിട്ട് അരക്കാൻ പറഞ്ഞത്, ഉരലിട്ട് കുത്താൻ പറഞ്ഞത് കീറില്ലാത്ത പേറിനല്ല, സിസേറിയൻ ഒഴിവായി കിട്ടാൻ വേണ്ടി മാത്രമല്ല. ആ താളം കുട്ടി കേൾക്കുന്നുണ്ട്, ആ പാട്ട് കുട്ടി കേൾക്കുന്നുണ്ട്. അമ്മിയുടെ താളം കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ, ഉതിർമണി ഒന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ഊഞ്ഞാലിന്റെ താളം അത് കുട്ടിക്കറിയുന്നു. നെല്ല് കുത്തുന്ന താളം, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തലാണെടോ. നെല്ല് കുത്തലെങ്ങനാടി മോതിരക്കൂറത്തി, നെല്ല് കുത്തലിങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ. ഈ താളം കേട്ട കുട്ടിക്ക് പഴയ പാട്ടിഷ്ടാണ്, പക്വതയുണ്ട്. ഇന്ന് ആരെങ്കിലും അമ്മിയിലിട്ടരക്കോ? ഒരലിട്ട് കുത്തുവോ? ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഉടനെ ഡോക്ടർ പറയും അനങ്ങരുത്, ബെഡ് റെസ്റ്റാണ്. അങ്ങോട്ട് നല്ല ഉഷാറ് പോവും. ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂരിന്ന് വൈക്കോലും വണ്ടി വരുമ്പോൾ വരുക, തട്ടാണ്ട് മുട്ടാണ്ട് പേടിച്ചിട്ടാ നടക്കുക. കാരണം ഇവർക്ക് പേടിയാ. ഇവള് പെറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്നു, കത്തിയെടുത്ത് കുത്തുന്നു. കാരണം ഇവൻ കേട്ട താളം അമ്മീന്റെ അല്ല, ഒരലിന്റെ അല്ല, സ്വിച്ച് ഇടുമ്പോ റേസ് ആവുന്ന മിക്സിയാ. അതാണ് പുതിയ കുട്ടികളുടെ ടെമ്പർമെന്റ് അല്ലേ? അമ്മിയിലിട്ടരച്ച അമ്മ പെറ്റ മോനോട് കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അവന്റെ മറുപടി അമ്മിയുടെ താളത്തിലാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഊറ്റി വലുതാക്കി അച്ഛൻ അമ്മയൊന്നും മറക്കരുത്. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. എന്നാൽ മിക്സിയിൽപ്പെട്ട
മിക്സിയുടെ താളമുള്ള കുട്ടിയവനോട് ഇന്നൊരു കുട്ടി ഇതേ ചോദ്യം ചോദിക്കുന്നു, ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ. മറുപടി, ഒരു പുന്നാരേ ഒരു പുന്നാരേ. കാലത്തിന്റെ താളം മാറുന്നതിന് കണക്കായി പാട്ടിറങ്ങിയില്ലേ? അവന്റെ വൈകാരികമായ ശേഷി, കരയണം. നമ്മുടെ മക്കൾ കരയണം. എപ്പോ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് അവൻ കരയുന്നത് കണ്ടാൽ നിങ്ങൾ അഭിമാനിക്കുക. കരഞ്ഞ മോശമൊന്നുമല്ല. ചിരിക്കണം, പുഞ്ചിരിക്കണം, ദേഷ്യം വരണം ആവശ്യമുള്ളിടത്ത് മാത്രം. ഈ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവല്ലേ? പുരുഷന്മാർക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക് വരുന്നത്? അന്ത സ്ത്രീകൾക്ക് ഹൃദയം ഇല്ലേ? ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത? അലിയും. കരയാനുള്ള ഒരു ചാൻസും കളയില്ല എൻ്റെ നാട്ടിലൊന്നും. സ്ത്രീകൾ ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം 5 ട്രിപ്പ് കരയും. മരിച്ച ഉടനെ ഒന്ന് കരഞ്ഞു, എന്നിട്ട് സമാധാനമായി കട്ടൻ കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുജത്തി വന്ന്. അവൾ കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ വന്ന്, അവനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ്, അവസാനം കുളിപ്പിക്കാൻ എടുക്കുമ്പം കരഞ്ഞ്, കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞ്. പുരുഷന്മാർക്ക് സങ്കടമില്ലേ? സങ്കടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് സങ്കടം. പക്ഷേ സങ്കടം പ്രകടിപ്പിക്കൽ എങ്ങനെ? അതാ ചോദ്യം. സങ്കടം പ്രകടിപ്പിക്കാൻ പ്രകൃതി നമുക്ക് ഒറ്റൊരു മാർഗമേ തന്നിട്ടുള്ളൂ, കണ്ണിൽ നിന്ന് വെള്ളമൊഴുക്കുക. പക്ഷെ ഈ കണ്ണിനും മൂക്കിനും കൂടി സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധമാണ്. കണ്ണിനും മൂക്കിനും ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെയും വെള്ളം വരും. ഈ ശബ്ദമാണ് നമ്മൾ നാട്ടുകാർ അറിയിക്കുന്ന കരയുന്നുണ്ടെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റാണ് പാഷണൽ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. എന്താ ഈ പാഷണൽ ക്വസ്റ്റ്യൻ? മനുഷ്യനാണെങ്കിൽ ആർദ്രത വേണ്ടേ? അനുഭൂതി, ആനന്ദം, നിർവൃതി, സൗന്ദര്യബോധം, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നൃത്തമില്ലേ, ആ നൃത്തത്തിന്റെ ആ താളവും മറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഞ്ചിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. എന്തോ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കുക, റേഷൻ കാർഡ് എന്ന് പേര് കുത്തുക, എന്നിട്ട് ആലയിൽ പോയി കിടക്കുക. മനുഷ്യരായി പരിഗണിക്കാൻ പറ്റും. ഇത് ഒരു പുഞ്ചിരി കാണുമ്പോൾ, ഒരു കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോൾ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യകിരണങ്ങൾ തഴുകിക്കൊണ്ട് പുല്ലിൻ തുമ്പിന്റെ മൂർധാവിലുള്ള തുഷാരബിന്ദുക്കൾ വദനം ചുവന്നു വരുന്നത് കണ്ടിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പോത്തായിട്ട് ജനിച്ചാ പോരെ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ജന്മം പോയി. ആ അനുഭൂതിയിലേക്ക് കൊണ്ടുകൊടുക്ക്, അതിലേക്ക് നയിക്ക്. പാഷൻ വേണം അവർക്ക്. അതിനുവേണ്ടിയാ മനുഷ്യനുണ്ടായത്. ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് കാമവികാരമുണ്ടായിരുന്നു. പക്ഷെ കാമവികാരത്തെ സുന്ദരമായ പ്രണയമാക്കാനാ മനുഷ്യനുണ്ടായത്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു എന്ന് പാടാൻ പട്ടിക്കും പശുവിനും ആവില്ല, നമുക്കേ പറ്റൂ. ആ ആർദ്രതയാണ് നമ്മളെ മനുഷ്യരാക്കിയത്. ഒരു കാറ്റത്ത് മുളങ്കാൾ ആടി ഒലയുന്നത് കണ്ടിട്ട് ഇല്ലിക്കാടടിമുടിയുലയണ കലപില പോലെ എന്ന് പാടാൻ, വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കുറിച്ചും വീണ് കിടക്കുന്ന പൂവിനെ കുറിച്ചും പാട്ടുപാടാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെന്ത് മനുഷ്യൻ? പാഷണൽ ക്വഷ്യന്റ്. അതിൻ്റെ ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഒരു വാക്ക് പാഷണൽ ക്വഷ്യന്റിൽ ഒരു കുട്ടി പഠിക്കുന്നതിന് ഒരു ഉദാഹരണം. ചോറ് വെന്തോ നോക്കാൻ സംസ്കൃതത്തിൽ ഒരു ന്യായമുണ്ട്. ആ ന്യായത്തിന്റെ പേര് സ്ഥലീ പുലാകൻ ന്യായം എന്നാണ്. ചോറ് വെന്തോ നോക്കുന്ന ന്യായം. കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ടല്ലോ, 1 or 2 വറ്റ് പിടിച്ചാൽ മൊത്തം ചോറിന്റെ പൂവ് മനസ്സിലാവും. ഒരു വാക്ക് മാത്രം ഞാനിവിടെ പാഷണൽ ക്വഷ്യന്റും ആക്കിയിട്ട് മാറ്റിത്തരാം. ആ വാക്ക് നിങ്ങൾ പറയണം. ഞാൻ നിർദ്ദേശം തരാം ഏത് വാക്കായിരിക്കണമെന്ന്. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? നിങ്ങൾ പറയൂ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? വിളിച്ചു പറയാം. അമ്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദവോട്ടോടെ അംഗീകരിക്കാം, കൈയടിക്കാം. അത് അംഗീകരിക്കുന്നവർ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് അമ്മ. എന്നാ പിന്നെ അമ്മ എടുക്കാം നമുക്ക്, അല്ലേ? എന്താണ് അമ്മ?
പുതിയ കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പി ഡിക്ഷണറി എടുത്തു. വാട്ട് ഈസ് അമ്മ? അമ്മ ഈസ് ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ അമ്മ. ഇതാണ് എക്സാക്സിസാ, ഉപരിപ്ലവമായ അർത്ഥമാണത്. അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസാണ്, പ്ലസ് ആവില്ല. അത് മൈനസ് ആയത് അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസ് ആക്കുന്നത്. അതിൻ്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ? അമ്മ എന്ന പദത്തിൻ്റെ ആഴം ഒന്ന് നോക്കാം നമുക്ക്. അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ്. തൻ്റെ കുട്ടിയെ ഉറക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ച ഒരു ഫോണറ്റിക്സ് ഉണ്ട്, അറിയാമോ? സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ച ഒരു സ്വനശാസ്ത്രമുണ്ട്. എന്താണ്? കുട്ടിയെ താരാട്ടുപാട്ട് ഉറക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ, ഈ ഊന്ന് പഠിപ്പിച്ചാ പോരാ, വ്യഞ്ജനങ്ങൾ വേണം. പക്ഷെ വ്യഞ്ജനങ്ങൾ കാക്കാ കാക്കാന്ന് താരാട്ട് പാടി ആ കുട്ടി ഉറങ്ങുമോ? ഇല്ല. അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള 4 അക്ഷരം ഉപയോഗിക്കുന്നു. യാരാലാവാ. മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്ര താരാട്ട് പാട്ട് പാടി? യാ 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 രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ വാ. മനസ്സിലായ? യാരാലാവേന്റെ മഹത്വം പിടികിട്ടിയ